Hi guys. Answer to two questions which students are frequently asked. So before going to the video, so ചെറിയൊരു ജെന്യുവനായിട്ടൊരു കാര്യം പറയാം. സോ ഇഫ് യു ഡിസ്ട്രാക്ട് ദിസ് വീഡിയോസ്, അതായത് ഇപ്പം നമുക്ക് യൂട്യൂബ് വീഡിയോസ് ദിസ് ടൈം നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ട്, യു ഡോണ്ട് വാച്ച് ഇറ്റ്, നിങ്ങൾ കാണാൻ നിൽക്കരുത്. സോ ഈ വീഡിയോ എന്നല്ല, ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ കാണരുത് ദിസ് ടൈം. സോ ദിസ് ബിഫോർ എക്സാം ടൈം. കാരണം ആക്ച്വലി നമുക്കറിയാം യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സോ മെനി സജസ്റ്റഡ് വീഡിയോസ് ആർ അണ്ടർ. സോ നമുക്ക് ദിസ് ടൈം നമ്മൾ കോൺസെൻട്രേഷൻ പോകരുത്. കാരണം നമ്മൾ പേഴ്സണലി നമ്മൾ ഈ ഒരു ടൈം നമ്മൾ പാസ് ചെയ്ത് വന്നതുകൊണ്ട് നമുക്കിത് ഐ ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. സോ നമുക്കറിയാം ഈ ഒരു ഡിസ്ട്രാക്ഷൻ. സോ ഓൾറെഡി നമ്മൾ എക്സാമിനെ കുറിച്ച് നമ്മൾ ടെൻസ്ഡ് ആണ്. സോ സോ ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ഫോർ ദിസ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ നിൽക്കരുത്. സോ ഈ വീഡിയോ എന്നല്ല, ഒരു വീഡിയോ യൂട്യൂബിൽ. സോ നിങ്ങൾക്ക് ദിസ് ആർ ദ സ്ട്രാറ്റജി വീഡിയോസ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം എന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമായിരിക്കാം. സോ അതുപോലെ തന്നെ പിന്നെ ഈ ലഞ്ചിൻ്റെ ടൈം, അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സ്റ്റുഡൻസിന് രണ്ട് കൺസേൺസ് ആണുള്ളത്. സോ ഫ്രീക്വൻ്റ്ലി സ്റ്റുഡൻസ് ആസ്ക് ചെയ്യുന്ന രണ്ട് കൺസേൺസ് ആണ്. സോ ഒന്നാമത്തത് ഇറ്റ്സ് എ ഫോർഗെറ്റിംഗ് ആൻഡ് രണ്ടാമത്തത് ICA മെറ്റീരിയൽ. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഫോർഗെറ്റിംഗ് ഈസ് എ പ്രോബ്ലം. സോ you should understand, or we should understand, forgetting is not a problem. Forgetting is not a problem. It's actually a human thing. Yes, സാധാരണ നമുക്ക് സംഭവിക്കുന്ന ഒരു നോർമലുള്ളൊരു സാധനം. സോ വി ഓൾ ആർ ഹ്യൂമൻസ്. സോ നമുക്ക് ഒരു ഹ്യൂമൻ തിങ്ങാണ് ആക്ച്വലി ഈ ഒരു ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ 80% നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ബാക്കി നമുക്ക് 20% നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് എ ഹ്യൂമൻ തിങ്. സോ വാട്ട് വി ഡു, സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ റിവിഷൻ. ദാറ്റ്സ് ഓൺലി റിവിഷൻ. ഓക്കെ. സോ അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് വിൽ ഗോ ടു ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് പോവുക. സോ നമ്മൾ റിവൈസ് ചെയ്യുന്നതോറും ഇത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ റിവൈസ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഡോണ്ട് റീകോൾ ദിസ് ടൈം. സോ ദിസ് ടൈം ഫോർ യുവർ റിവിഷൻ ടൈം. ഓക്കെ. സോ ദിസ് ടൈം നിങ്ങൾ റീകോൾ ചെയ്യാൻ നിൽക്കരുത്. വൈ യു ഫോഴ്സ് യുവർ സെൽഫ്, വൈ റീകോൾ ഇറ്റ് നൗ? പഠിച്ചത് ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ റീകോൾ ചെയ്യും. സോ വൈ യു ഫോഴ്സ് യുവർ സെൽഫ് ഫോർ, ദാറ്റ്സ് എ മെയിൻ തിങ്. നമുക്കൊരു ഇപ്പോൾ റീകോൾ ദിസ് ടൈം നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടില്ല. സോ നമ്മൾ വീണ്ടും നമ്മൾ പാനിക് ആകും. സോ ദാറ്റ് വിൽ affect your exam. So and the best part is in exam hall. Okay, best part is exam hall. സോ നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾ 3 to 4 ടൈംസ് നിങ്ങൾ റിവിഷൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ സോ നിങ്ങൾ എക്സാം ഹാളിൽ സോ ദ ഗോഡ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് റീകോൾ ചെയ്ത് കിട്ടാത്തത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ വിൽ കണക്ട് ഇറ്റ് വിത്ത് 1 point ഓൾസോ, ആൻഡ് that's all about the forgetting. So forgetting is a normal phenomenon. So അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെക്കുറിച്ച് നിങ്ങൾ പാനിക് ആകരുത്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ICA മെറ്റീരിയൽ. യെസ്, ദ ICA മെറ്റീരിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. യെസ്, ICA മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ICA മെറ്റീരിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ വൈ സ്റ്റുഡൻസ് ആർ സ്കെയർ അബൌട്ട്, സ്റ്റുഡൻസ് എന്തുകൊണ്ടാണ് ഈ ICA മെറ്റീരിയൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് വെച്ചാൽ so much contents are there. Yes, that's a honest. നമുക്ക് കുറേ കണ്ടൻസ് നമുക്ക് ICA മെറ്റീരിയൽ ഉണ്ട്. സോ ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ഫ്രം ദെയർ. നമുക്ക് ആ ഒരു ICA മെറ്റീരിയലിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. സോ യു ഷുഡ് നോ, നോട്ട് ഓൺലി യു, സോ ഇൻക്ലൂഡിങ് മീ, സോ വി ഷുഡ് നോ
നമ്മൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? സോ വി ആർ ഡൂയിങ് CA. നമ്മൾ CA ആണ് ചെയ്യുന്നത്. സോ നമുക്ക് CA ടഫ് കോഴ്സാണ്. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റഡി ഫ്രം ഹാർഡ്. നമ്മൾ ഹാർഡായിട്ടുള്ളതിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ സോ ദ എക്സാം വിൽ ബി ഈസി. സോ അതായത് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ICML അതായത് ഇപ്പം തിയറീസിനാണ് നമ്മൾ എസ്പെഷ്യലി പറയുന്നത്. ഇപ്പോൾ ഓഡിറ്റ്, ലോ അങ്ങനെയൊക്കെ ആകുമ്പം സോ നമുക്ക് എക്സാമിനർ മാർക്ക് നൽകുന്നത് ICA മെറ്റീരിയലിലെ കീവേഡ്സിനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലൈൻസ് കാര്യങ്ങളൊക്കെയാണ്. സോ ഇറ്റ്സ് നോട്ട് മീൻ ആ ലൈൻസ് നമ്മൾ കാണാതെ പഠിച്ചു പോലല്ല. ഓക്കെ, ഒരു 3 to 4 ടൈംസ് നമ്മൾ പ്രോപ്പർലി നമ്മൾ റിവിഷൻ ചെയ്തതിനാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് യു ക്യാൻ ഫീൽ ഇറ്റ്. സോ നമുക്ക് സ്റ്റഡി ഫ്രം ദ ഹാർഡ്, നമ്മൾ ഹാർഡായിട്ട് നിന്ന് പഠിക്കുക. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സാം വിൽ ബി ഈസി ആയിരിക്കും. ഓക്കെ, സോ ആക്ച്വലി ഐ ഫീൽ ഇറ്റ് ഇൻ ഓഡിറ്റ് എക്സാം. എനിക്ക് ഓഡിറ്റ് എക്സാമിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തൊരു സംഭവമാണിത്. സോ ICA സ്റ്റഡി മെറ്റീരിയൽ എന്നാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് എക്സാം ടൈമിൽ നമുക്കിങ്ങനെ ആ ഒരു പേജ് നമ്പർ ഓർമ്മയില്ലെങ്കിൽ ആ ഒരു പേജ് ഓർമ്മ വരും. അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചർ ഓഫ് ദി പാരഗ്രാഫ്സ്, ആ പാരഗ്രാഫ്സിൻ്റെ സ്ട്രക്ചർ, എത്ര പാരഗ്രാഫ്സ് ഉണ്ട്, സോ നമുക്കിങ്ങനെ മൈൻഡിലേക്ക് വരും. ഓക്കെ, സോ അതാണ് പറയുന്നത്. സോ ലൈൻ ബൈ ലൈൻ റീഡിങ്. സോ നമുക്ക് കുറേ പിന്നെ പുതിയ വേർഡ്സൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുക. സോ ഓരോ കോൺസെപ്ച്വലി നിങ്ങൾ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുക. സോ ദ നോ എക്സ്ട്രാ ടൈം. സോ കീവേഡ്സ് സംവൺ പറയുന്നത് ആക്ച്വലി നമ്മൾ കേൾക്കാം. സോ കീവേഡ്സ് നമ്മൾ കാണാതെ പഠിക്കണം എന്ന് പറയും. സോ നമ്മളൊരു 3 to 4 ടൈംസ് നമ്മൾ ഈ ഒരു ലൈൻ ബൈ ലൈൻ നമ്മൾ റിവൈസ് ചെയ്തതിനാൽ സോ നമുക്ക് ഈ ഒരു കീവേഡ്സ് പഠിക്കാൻ നമുക്ക് എക്സ്ട്രാ ടൈം ആവശ്യമില്ല. ഓക്കെ, കീവേഡ്സ് നമ്മൾ കാണാതെ പഠിക്കണം. സോ കാണാതെ പഠിച്ചതിനുള്ള മെയിൻ തിങ്സ് ഇറ്റ്സ് വിൽ ഫോർഗെറ്റ്. സോ കോൺസെപ്ച്വലി നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഡു. ആൻഡ് ദെൻ നോ ചാർട്ട് ബുക്സ്, അതുപോലെ തന്നെ കീവേഡ് ബുക്സ്. സോ ചാർട്ട് ബുക്ക് അതുപോലെ തന്നെ കീവേഡ് ബുക്ക് യൂസ് ചെയ്യാതായിരിക്കും. ആക്ച്വലി ഇറ്റ്സ് എ മെയിൻ തിങ് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഈ കീവേഡ്സ് നമുക്കിപ്പോൾ ഇപ്പം 500 പേജിലുള്ള സാധനമാണ് നമുക്കിപ്പോൾ 100 പേജസിലേക്ക് നമുക്ക് ചാർട്ട് ബുക്കായിട്ട് വരുന്നത്. സോ നമ്മൾ ആക്ച്വലി 100 to 200 പേജസൊക്കെ ഉണ്ടാവും നമുക്ക് ഈ ചാർട്ട് ബുക്ക്. സോ ശരിക്കും മനസ്സിലാകുന്നില്ല ആക്ച്വലി നമ്മൾ ഈ 500 സാധനം എങ്ങനെയാണ് നമ്മൾ ഈ 200 പേജസിൽ പഠിക്കുന്നത് എന്നുള്ളത്. സോ ദാറ്റ്സ് ഐ സേ ചാർട്ട് ബുക്കിൽ നിന്ന് പഠിക്കാതെ. ചാർട്ട് ബുക്ക് ഈസ് ഫോർ റിവിഷൻ പർപ്പസ്. സോ റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ് ചാർട്ട് ബുക്ക് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ലേൺ ടു ഫിൽട്ടർ ICA മെറ്റീരിയൽ എന്താണ്? സോ മെറ്റീരിയൽ നിന്ന് ഫിൽട്ടർ ചെയ്യാൻ പഠിക്കാം. സോ സോ അതായത് ഇപ്പോൾ നമ്മളിപ്പം ICA മെറ്റീരിയൽ വെച്ച് പഠിക്കുമ്പോൾ സോ മച്ച് കണ്ടൻസ് ആർ ദെയർ. സോ അൺനെസസറി കണ്ടൻസ് ആർ ദെയർ. സോ അൺനെസസറി കണ്ടൻസ് ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്യാം, ജസ്റ്റ് ക്രോസ് ദെയർ, ദാറ്റ്സ് ഓൾ. അതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ആക്ച്വലി അതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്യുക, ആ ഒരു പേജ് നമ്പർ എന്ത് ചെയ്യാം, ഒരു റെഫറൻസ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സോ ഡിഫിക്കൾട്ട് ടു റിവൈസ് ഇൻ 1.5 days ബിഫോർ എക്സാം ഫ്രം ICA മെറ്റീരിയൽ. സോ ICA മെറ്റീരിയൽ നിന്ന് നമുക്ക് എക്സാമിൻ്റെ 1.5 days നമുക്ക് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. സോ ഇറ്റ്സ് നോട്ട് ദ പ്രോബ്ലം ഓഫ് ICA മെറ്റീരിയൽ, ഇറ്റ്സ് ദ പ്രോബ്ലം ഓഫ് നെഗറ്റീവ് തോട്ട് ഓഫ് ദി ബ്രെയിൻ ഓൺലി. സോ അത് നമ്മൾ ഓൾറെഡി നമുക്കൊരു മൈൻഡ് സെറ്റായി 1.5 days അത് നടക്കൂല എന്നുള്ളത് ഉറപ്പായി. യെസ്, നമുക്ക് കുറേ ICA മെറ്റീരിയൽ കുറേ ഉണ്ട്, ബട്ട് നമ്മളവിടെ പഠിക്കുകയല്ല. സോ നമ്മളവിടെ റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൺലി ദ നെഗറ്റീവ് തോട്ട് ഓഫ് ദി ബ്രെയിൻ ഓൺലി. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോ 1.5 days നമ്മൾ സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. ഓക്കെ, സോ ഐ വിൽ ഡു ഇറ്റ് 1.5 days സ്ട്രാറ്റജി ഞാൻ ചെയ്യും. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ആൻഡ് സോ ഡോണ്ട് സ്വിച്ച് ദ റിസോഴ്സസ്. ഓക്കെ, സോ നമ്മൾ ഒരു റിസോഴ്സസിൽ നിന്ന് പഠിച്ചു, നെക്സ്റ്റ് ടൈം നമ്മളത് റിവൈസ് ചെയ്യുന്നത് വേറെ റിസോഴ്സസിൽ നിന്നാകാൻ പാടില്ല. wherever you studied, revise from that material. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. സോ ഈ ഒരു പോയിൻറ്റും ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു എക്സാം ഹാളിലെ പോയിൻറ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഒരു ICA മെറ്റീരിയൽ നിന്ന് പഠിച്ചു, ഒരു ടു ടൈംസ് നിങ്ങൾ റിവിഷൻ ചെയ്തു.
സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾ റിവൈസ് ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. യു ക്യാൻ റിയലൈസ് ഇറ്റ്. ഞാനിപ്പം പറയുന്നത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു പഠിച്ചതിൻ്റെ ആ ഒരു പേജ്, സോ ആ ഒരു സ്ട്രക്ചർ ഓഫ് ദി പാരഗ്രാഫ്സ് എങ്ങനെയാണുള്ളത്, അതിന് ഏതൊക്കെ കീവേഡ്സ് കാര്യങ്ങൾ, ഓക്കെ, ദെൻ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, യു ക്യാൻ ഫീൽ ഇറ്റ്, യു ക്യാൻ റിയലൈസ് ഇറ്റ് ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ വേറെവർ യൂസ് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചത് അവിടെ നിന്ന് നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ റിസോഴ്സസ് മാറ്റാതിരിക്കുക. റിസോഴ്സസ് മാറ്റാതിരിക്കുക. ഓക്കെ, ആൻഡ് ഫോർ January 25 സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട്, ഓക്കെ, സോ IC മെറ്റീരിയൽ എടുക്കണമെന്ന് വെച്ചാൽ ഇനി ടൈമില്ല. സോ ഓൾറെഡി IC മെറ്റീരിയലിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ സോ റിവൈസ് ഫ്രം ദെയർ. ദെൻ അതേഴ്സ് എന്താ വെച്ചാൽ വേറെവർ യു സ്റ്റഡീഡ്, ഇപ്പോൾ ഫാക്കൽറ്റി നോട്ട്സ് ആണെങ്കിലും എവിടെ നിന്നാണോ നിങ്ങൾ പഠിച്ചത് അതിൽ നിന്ന് റിവൈസ് ചെയ്യാം. ഇപ്പോൾ IC മെറ്റീരിയൽ എടുക്കാൻ പാടില്ല. സോ ഡോണ്ട് കൺഫ്യൂസ് വിത്ത് മൈ വേർഡ്സ്. ഓക്കെ, ഞാൻ ആക്ച്വലി I don't want to confuse you. Okay, so for January 25 students, നിങ്ങൾ wherever you studied, revise from there. Okay, so IC material ആണെങ്കിൽ that's good. Okay, so കാരണം because IC material is 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റും. So we can believe it. Okay, so that's all about this two concerns of the students. So all the best.